Hello guys, മലയാളി ഫ്രം ഇന്ത്യ. അങ്ങനെ മലയാളി ഫ്രം ഇന്ത്യ കണ്ടു. ഡിജോ ജോസ് ഡയറക്ട് ചെയ്ത മലയാളി ഫ്രം ഇന്ത്യ. അദ്ദേഹത്തിന്റെ നേരത്തെ പടങ്ങൾ വെച്ച് പറയുകയാണെങ്കിൽ ജനഗണമന, അതുപോലെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട സിനിമയാണ്. അപ്പം ആ ഒരു വിശ്വാസത്തിന്റെ പുറത്താണ്, ഡിജോയോടുള്ള ഒരു വിശ്വാസത്തിന്റെ പുറത്താണ് നമ്മൾ ഈ പടത്തിനും വേണ്ടി വെയിറ്റ് ചെയ്തിരുന്നത്. അപ്പോൾ എന്തായാലും എനിക്ക് തോന്നിയത് നിങ്ങൾ ഈ തംബ്നെയിൽ കണ്ട പോലെ തന്നെ ആടുജീവിതം ഈസിക്കൽ ടു മലയാളി ഫ്രം ഇന്ത്യ, ആടുജീവിതം ഈസിക്കൽ ടു മലയാളി ഫ്രം ഇന്ത്യ. അപ്പോൾ ആടുജീവിതത്തിലും മലയാളി ഫ്രം ഇന്ത്യയും ഒരേ കഥയാണോ എന്ന് ചോദിച്ചാൽ ഉറപ്പായിട്ടും ഒരേ കഥ തന്നെയാണ്. എങ്ങനെ ചില ഏരിയയിൽ അല്ലെ, ചില ഏരിയയിൽ, അതായത് പ്രധാനമായിട്ട് ഈ ആടുജീവിതവും മലയാളി ഫ്രം ഇന്ത്യയും ഇതുപോലെ കണക്ട് ആകാൻ കാരണം എന്തൊക്കെ ഘടകങ്ങളായിരിക്കും കൊച്ചിന് തോന്നുന്നത്? അതായത് ഇപ്പൊ പൃഥ്വിരാജ് ആടുജീവിതത്തിൽ നമ്മുടെ മരുഭൂമിയിൽ എത്തിയപ്പോഴുള്ള ഒരു അവസ്ഥ ഉണ്ടല്ലോ, ആ അവസ്ഥയും ഈ നിവിൻ പോളി മരുഭൂമിയിൽ എത്തിയപ്പോഴുള്ള അവസ്ഥ, അതായത് മലയാളി ഫ്രം ഇന്ത്യ എന്ന മൂവിയിൽ മരുഭൂമിയിൽ എത്തിയപ്പോഴുള്ള അവസ്ഥ ഏകദേശം സെയിം ആയിരുന്നു. അശൂന്യമായി കിടക്കുന്ന മരുഭൂമി, പിന്നെ ആ മസറ ആടുകള്, അതുപോലെ ആ പഴയ വണ്ടികൾ അതിന്റെ സൈഡില്, പിന്നെ അർബാബ്, എല്ലാം ഏകദേശം എനിക്ക് കണ്ടപ്പോ, പിന്നെ ആ ഫ്രെയിമില്ലേ, ആ രണ്ട് ഫ്രെയിം ഒരേപോലെ, കാരണം ആ കാണുന്ന വിഷ്വൽസ് ഒക്കെ കറക്റ്റ് ആടുജീവിതം കറക്റ്റ്. അതായത് ആ സീൻ കണ്ടു കഴിഞ്ഞാൽ ആ ഫ്രെയിം നമ്മൾ ആദ്യമേ കാണുമല്ലോ, ആ മസറിയിലേക്ക് വണ്ടി ഇങ്ങനെ വരുന്നു, അവിടെ നമ്മുടെ നിവിൻ ഇറങ്ങുന്നു, അത് നോക്കി കഴിഞ്ഞാൽ അസൽ ആടുജീവിതം. അതായത് പൃഥ്വിരാജ് മാറി അവിടെ നിവിനായതേ ഉള്ളൂ. അങ്ങനെ ആ ഒരു നമുക്കങ്ങനെ അതുപോലെ കണക്ട് ആയി പോകും. ഇതിന് ആടുജീവിതമാണോ? ഇപ്പൊ തിയേറ്റർ ചെയ്യുന്ന ഞങ്ങൾ മാത്രമല്ല, തിയേറ്റർ ചെയ്യുന്ന പല ആൾക്കാരും അവിടെ വന്ന് കഴിഞ്ഞപ്പോഴേ ഇതേ ആടുജീവിതം പറയരുത്. പക്ഷെ ആടുജീവിതം ആണോ? അല്ല, ഒരിക്കലും അല്ല. ആടുജീവിതം പോകുന്നത് എങ്ങനെയാ? ഫുൾ ഇമോഷണൽ ആയിട്ടാണ് പോകുന്നത്. ബട്ട് ഇത് പോകുന്നത് എങ്ങനെയാ? ഫുൾ ഫൺ ആയിട്ടുള്ള ഒരു രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്, ഭയങ്കരമായിട്ട്. പിന്നെ അതുപോലെ തന്നെ അടുത്ത എന്താ പറയാ, ഇതിനകത്ത് അടുത്തൊരു കാര്യം പറയുകയാണെങ്കിൽ എന്താണ് ഈ പടത്തിനകത്തെ പ്ലസും നെഗറ്റീവും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിനകത്ത് നെഗറ്റീവ് കണ്ടെത്താൻ എനിക്ക് പറ്റിയില്ല. എനിക്ക് ഒരു നെഗറ്റീവും തോന്നിയില്ല. കാരണം എനിക്ക് തോന്നുന്നു ഇപ്പൊ അടുത്ത് ഞാൻ കണ്ട സിനിമയിൽ ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സിനിമ എന്ന് പറഞ്ഞാൽ ഇതാണ്. കാരണം എല്ലാ എലമെന്റ്സും അടങ്ങിയിട്ടുള്ള ഒരു സിനിമ. അതായത് റൊമാൻസിന് റൊമാൻസ്, ഫൈറ്റിന് ഫൈറ്റ്, പിന്നെന്താ ഫണ്ണിന് ഫണ്ണ്, തീമിന് തീം, അങ്ങനെ എല്ലാം ഉൾപ്പെടുന്ന ഒരു സിനിമ, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സിനിമ. അത് ഫാമിലി മൂവി, നമുക്ക് എല്ലാവർക്കും പോയിരുന്ന് കാണാൻ പറ്റുന്ന ഒരു സിനിമ കൂടി. അതുപോലെ തന്നെ ഇതിനകത്ത് പിന്നെ പറയേണ്ടത്, ഞാൻ ആക്ടിംഗ് ബേസിലേക്ക് വന്നു കഴിഞ്ഞാൽ പ്രധാനമായിട്ടും 3 ക്യാരക്ടർ, അതായത് നിവിൻ പോളി, ധ്യാന്, പിന്നെ മഞ്ജുപിള്ള. മഞ്ജുപിള്ള നല്ലൊരു ക്യാരക്ടർ ആയിരുന്നു കേട്ടോ. ഇപ്പൊ നമ്മുടെ എല്ലാം വീട്ടിലെ ഒരു മലയാളിയുടെ അമ്മ എങ്ങനെയാണോ ആ അമ്മ തന്നെയാണ്, അതേ ആ ക്യാരക്ടറാണ് മഞ്ജുപിള്ള അല്ലേ? അതുപോലെ തന്നെ പിന്നെ എടുത്ത് പറയേണ്ടത് 2 നായകന്മാരാണേലും നിവിനും ധ്യാനും, ഇവർ തമ്മിലുള്ള ഒരു കെമിസ്ട്രി അല്ലേ, അത് ശരിക്കും വർക്കൗട്ടായി. അതായത് നമ്മളെ ചിരിപ്പിക്കാൻ വേണ്ടി തന്നെ തുണി ഇറങ്ങാക്കെന്ന് പറയത്തില്ലേ അല്ലെ, രണ്ടുപേരും നമുക്ക് വയറ് വേദനിക്കും. നമ്മളിപ്പോ ഓരോരുത്തരെ പറ്റി പറയുകയാണെങ്കിൽ നിവിൻ കിട്ടിലിനായിട്ട് പോയാൽ അങ്ങ് മാക്സിമം എന്താണോ അതിനകത്ത് ആ സിനിമയ്ക്കകത്ത് വേണ്ടത് അത് 100% കൊടുത്തു. ഒരു എങ്ങനെയാണെങ്കിലും മലയാളി അത് എന്താണോ അതിന്റെ 100% തന്നെ നിവിൻ കൊടുത്തു. വലിയൊരു വമ്പം തിരിച്ചു. അതെ, നമ്മൾ ശരിക്കും എന്താ പറയാ, പ്രത്യേകിച്ച് ഈ നിവിൻ ഈ കോമഡി എന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ, ശരിക്കും കണക്ട് ആവുമല്ലോ. ഇപ്പൊ നമ്മൾ പഴയ എടുത്ത് നോക്കുവാണെങ്കിലും ഈ കോമഡി പരമായിട്ടുള്ള സാധനങ്ങളെല്ലാം നിവിന് പെട്ടെന്ന് കണക്ട് ആവുന്ന സാധനം, അത് നമ്മളിലേക്ക് പെട്ടെന്ന് എത്തുകയും ചെയ്യും. അതുപോലെ തന്നെയാണ് എന്തായാലും ചെയ്തു വെച്ചേക്കുന്നത്. ഇപ്പൊ വർഷങ്ങൾക്ക് ശേഷമൊക്കെ ആണേലും അല്ലെ, ധ്യാനിനകത്ത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് എന്നാ വർഷങ്ങൾക്ക് ശേഷം സത്യം പറഞ്ഞാൽ ആറപട ഒരു ധ്യാൻ ശ്രീനിവാസൻ പടമാണ്, ധ്യാന്റെ പടമാണ് എന്ന് പറഞ്ഞ പോലെ ധ്യാന്റെ ഓരോ പടങ്ങളിലും ഇപ്പൊ ധ്യാൻ കുറച്ച് ഓവറാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓവറാണ്. പക്ഷെ ആ ഓവർ എന്ന് പറയുന്ന ആ ഒരു സംഭവം ഈ ക്യാരക്ടറിന് വേണം. ഈ ക്യാരക്ടർ അങ്ങനെയാണ് അല്ലേ? ഈ ക്യാരക്ടർ എപ്പോഴും നിവിനിട്ട് ഇങ്ങനെ ഒരു കൂട്ടുകാരനുണ്ടല്ലോ, ഒരു അലമ്പാക്കുന്ന ഒരു കൂട്ടുകാരനുണ്ട്, ഒരാളുടെ ജീവിതം അലമ്പാക്കാൻ വേണ്ടി തന്നെ ഒരു കൂട്ടുകാരനുണ്ട്. ആ കൂട്ടുകാരനെ നമുക്ക് ഇതിനകത്ത് കാണിക്കാൻ പറ്റും. അതായത് നമ്മുടെ എല്ലാ അയൽവക്കത്തെ വീടുകളിൽ ഒരു തലതെറിച്ച കൂട്ടുകാരൻ കാണുമല്ലോ, അപ്പൊ അവനാണ് ഇവനെ നശിപ്പിക്കാന്ന് പറയും. അത് തന്നെയാണ് പച്ചയായ മലയാളി ജീവിതം. അത് അല്ലേ, നമുക്ക് ഓരോന്നും. പിന്നെ ശ്രീയേട്ട ഇത് കൂടെ പറഞ്ഞു കൊടുക്കും, ഇത് രണ്ടു തമ്മിലുള്ള ക്യാമറ മീൻസ് ആംഗിൾസ് എടുത്തിട്ടുള്ള ഷോട്ടുകളെ കുറിച്ചൊന്നും. ഷോട്ടുകളെ പറ്റി ഇപ്പൊ എന്നാ പറയാ, ഇപ്പൊ അതല്ല ഇപ്പൊ ആൾക്കാർക്ക് വേണ്ട. എന്നാലും പറയാണെങ്കില് ഇപ്പൊ ഇന്റർവെൽ വരെ ഒരു സ്ഥലം, ഇന്റർവെല്ലിന് ശേഷം മറ്റൊരു സ്ഥലമാണ്. അതായത് കേരളവും അതുപോലെ തന്നെ ദുബായ്, അങ്ങനെയാണ് പുറത്താണ് കാണിക്കുന്നത്. മണലാരണ്യം, അങ്ങനെ 2 രീതിയിലാണ് എടുത്തേക്കുന്നത്. അപ്പോൾ എന്താ പറയാ, അത് നല്ല രസകരമായിട്ടുണ്ട്. എന്താ പറയാ, പ്രത്യേകിച്ച് അത് മാത്രമല്ല
പാകിസ്ഥാൻ അല്ലേ, ആ പാകിസ്ഥാനായിട്ട് കാണിച്ചേക്കുന്ന ഭയങ്കര രസം. ഒരു യാത്ര പോകുന്നുണ്ട് നിവിൻ, ഇങ്ങനെ ഒരു പാട്ടാണ്. അപ്പൊ അതിനകത്ത് ഇങ്ങനെ ഒരു യാത്രയാണ്. ആ യാത്രയിൽ ശരിക്കും നമ്മളും ആ ഒരു സ്ഥലത്ത് എത്തുന്ന ഒരു ഫീല് ശരിക്കായിട്ട് കിട്ടുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ മലയാളി ഫ്രം ഇന്ത്യ എന്ന് പറയുമ്പോൾ നമ്മൾ പ്രധാനമായിട്ടും മലയാളികളെ പറ്റിയാണ് പറയുന്നത് അല്ലേ. അപ്പൊ ഒരുപാട് എലമെന്റ്സ് ഉണ്ട്, നല്ല എലമെന്റ്സ് ഉണ്ട്. ഫസ്റ്റ് എനിക്ക് പറയാനുള്ളത് വെച്ചാല് മലയാളി എന്നുള്ള രീതിയിൽ നമ്മൾ വളരെ അഭിമാനിക്കുന്നു. തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞ അതിനകത്ത് ഒരു ഇൻസിഡന്റ്. ഇപ്പൊ എന്താ പറയുക, ഒരു മലയാളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മുടെ ഈ ചായക്കട എന്ന് വർത്താനം പറയുന്നത് മലയാളികൾ, അല്ലെങ്കിൽ വേണ്ട കലിങ്കി അല്ലെങ്കിൽ വേണ്ട രണ്ട് കൂട്ടുകാർ തമ്മിൽ വർത്താനം പറയും. അവർ പറയുന്നത് എങ്ങനെയാണെന്ന് അറിയോ, കോടികളുടെ കണക്കായിരിക്കും പറയുന്നത്. കോടികൾ എന്ന് പറഞ്ഞാൽ കോടികൾ, 258, 500 കോടി അല്ലെങ്കിൽ 1200 കോടി, കാരണം കോടികളുടെ ബിസിനസ്സുമായ കോടികളുടെ കണക്കായിരിക്കും പറയുന്നത്. എന്നാൽ അതേ സമയത്ത് ഒരു ചായ കുടിക്കാൻ പൈസ കയ്യിലുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്ന് വേണം പറയാം. അപ്പൊ ഒറ്റ രൂപ കയ്യിലെടുക്കാതെയാണ് ഈ കോടികളുടെ കണക്ക് നമ്മൾ ഈ പറയുന്നത്. അങ്ങനെ വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള ഓരോ കാര്യങ്ങളും ഒരു മലയാളികളുടെ എന്താണോ അതെല്ലാം കാണിച്ചിട്ടുണ്ട് ഈ സിനിമയിൽ വന്നിട്ട്. പിന്നെ അതുപോലെ തന്നെ വർഗീയത, മറ്റേത് മറിച്ചത്, ജാതി വിവേചനം, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും. ഹ്യൂമർ ആണോ എന്ന് ചോദിച്ചാൽ നല്ലൊരു ഹ്യൂമർ പടമാണ്. എന്നാൽ ഇമോഷണലി ആണോ എന്ന് ചോദിച്ചാൽ അതുമാണ്. എല്ലാം കൊണ്ടും നല്ലൊരു വമ്പൻ ട്രീറ്റ് തന്നെയായിരുന്നു ഈ സിനിമ എന്ന് പറയുന്നത്. അല്ല, ഈ കണ്ടോരെന്നൊന്ന് പറയണം കേട്ടോ, വല്ല എന്തെങ്കിലും ഒരു നെഗറ്റീവ് സിനിമ ഒന്ന് കണ്ടുപിടിക്കാൻ നോക്കും. ഞങ്ങൾക്ക് നോക്കിയിട്ട് എനിക്കൊന്നും കാണാനില്ല സത്യം പറയാം. കാരണം സാറ്റിസ്ഫൈഡ് ആണ് ആ മൂവി കണ്ടപ്പോ ഫുൾ ആയിട്ട്. എനിക്ക് ഒരു ചെറിയൊരു കാര്യം പറഞ്ഞു. ഇപ്പൊ അതായത് എനിക്ക് തോന്നിയെന്ന് പറഞ്ഞാൽ സലിം കുമാറിനെ കുറേ കൂടെ യൂസ് ചെയ്യാമായിരുന്നു എനിക്ക് തോന്നി. കാരണം സലിം കുമാറിന്റെ കുറെ സംഭവങ്ങളുണ്ടല്ലോ ഒത്തിരി പടങ്ങളിൽ കുറെ. അപ്പൊ അങ്ങനെ കുറെ പ്രതീക്ഷിച്ചിരുന്നു. ഇതിൽ ഹ്യൂമർ കുറവാ. അല്ല, സലിം കുമാർ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു ക്യാരക്ടർ കുറച്ചേ ഉള്ളൂ, സ്ക്രീൻ സ്പേസും കുറവാണ്. അപ്പൊ കുറച്ചും കൂടി ഇതിനകത്ത് കൊടുക്കാമായിരുന്ന ഒരു ഘടകങ്ങൾ ഉണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് ഉണ്ടായതേ നല്ലതായിരുന്നു അല്ലേ. അപ്പൊ ഇങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ എല്ലാവരും മൂവി തിയേറ്ററിൽ പോയിട്ട് തന്നെ കാണണം. കാരണം ഭയങ്കര എന്റർടൈൻമെന്റ് ആണ്, നമുക്ക് മനസ്സിന് തന്നെ ഭയങ്കര റീഫ്രഷ്മെന്റ് ആയിരിക്കും കേട്ടോ. പിന്നെ എല്ലാ മലയാളീസും കണ്ടിരിക്കേണ്ട ഒരു മൂവിയാണ്. പ്രധാനമായിട്ട് ഒരു കാര്യം കൂടെ പറയുകയാണെങ്കിൽ ആടുജീവിതം അല്ല മലയാളി ഫ്രം ഇന്ത്യ, തിയേറ്ററിൽ തന്നെ പോയി കാണാം കേട്ടോ.